എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ ഫസ്റ്റ് ന്യൂസ് എടുക്കുന്നത് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ റിലേഷൻസിലും നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇന്ത്യ ടു എസ്റ്റാബ്ലിഷ് ഇൻ്റർനാഷണൽ അലയൻസ് ഫോർ പ്രൊട്ടക്റ്റഡ് ബിഗ് ക്യാറ്റ്സ്. ഓക്കെ, അതായത് ബിഗ് ക്യാറ്റ്സിൻ്റെ അതായത് മജസ്റ്റിക് സ്പീഷീസിനെ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ക്യാറ്റ് അലയൻസ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, റീസെൻ്റ്ലി ലോഞ്ച് ചെയ്യുവാണ്. അപ്പോൾ അത് ഗ്ലോബൽ ആയിട്ടുള്ളൊരു കോalitionആണ്. അതിൽ ബിഗ് 7 വൈൽഡ് ക്യാറ്റ്സ് ആണ്. അപ്പോൾ ബിഗ് 7 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീറ്റ, ജാഗ്വർ ആൻഡ് പൂമ. അപ്പോൾ ഈ 7 സ്പീഷീസ് വൈൽഡ് ക്യാറ്റ് സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു IBCA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ അലയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടുവരാൻ കാരണം എന്നാ? അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഈ ബിഗ് ക്യാറ്റ്സ് ആക്ച്വലി അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ത്രെറ്റ്സ്, അതായത് പോച്ചിങ് എന്ന് വെച്ചാൽ എന്താ, ഹണ്ടിങ്, പിന്നെ ഹാബിറ്റാറ്റ് ലോസ് ഉണ്ട്, പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിങ്ങിൻ്റെ ഇഷ്യൂസ്, അതെല്ലാം റിലേറ്റഡ് ആയിട്ട് ലോ പോപ്പുലേഷൻസ് ഇവരുടെ കുറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇൻ്റർനാഷണൽ എഫേർട്സ് വേണം ഈ എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ സേവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഇന്ത്യയുടെ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത് ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ നടത്തിയിരുന്നു. അതിൽ ആക്ച്വലി ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് വന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ടൈഗർ പോപ്പുലേഷൻ കൂടുകയും ചെയ്തു. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ടൈഗർ പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ ബാക്കി സ്പീഷീസിലോട്ടും ബാക്കി കൺട്രീസിലോട്ടും എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഈ IBCAയിൽ ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ സെക്യൂർ ലോങ് ടേം സർവൈവൽ ഓഫ് ബിഗ് ക്യാറ്റ് സ്പീഷീസ് അക്രോസ് നാച്ചുറൽ റേഞ്ചസ്. ഇപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ഒന്ന് നോളജ് ഷെയറിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഈ പോർട്ടൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് വഴി ഇതെങ്ങനെയാണ് ഇവർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, ഈ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെ ഉണ്ട്, അലയൻസിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് വഴി ഷെയർ ചെയ്യും. പിന്നെ കപ്പാസിറ്റി ബിൽഡിംഗ്, അതെന്ന് വെച്ചാൽ ഈ കൺസർവേഷൻ സ്കിൽസും ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡ് ചെയ്തിട്ട് ഈ പ്രൊട്ടക്ഷൻ്റെ എക്സ്റ്റൻഷൻ കൂട്ടും. പിന്നെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ്റും ഇൻ്റർ ഗവൺമെൻറ്റിലും ആയിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെ കമ്മ്യൂണിറ്റി എക്സ്പേർട്സും ഒക്കെ ആയിട്ട് അവർ ടൈപ്പ് നടത്തിയിട്ട് ഇതൊരു കൊളാബറേറ്റീവ് എഫേർട്ട്, അതായത് ഒരു കൺട്രിയുടെ ഗവൺമെൻറ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. പക്ഷേ ഇപ്പോൾ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസൊക്കെ ഇതിന് പാട്ടാക്കണം, എന്നാലേ ഈ പോച്ചേഴ്സിനെയൊക്കെ പിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അവർക്ക് എക്കണോമിക് ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കണം, അതായത് ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞു തന്നാൽ അവർക്ക് പൈസ കൊടുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ട് വേണം ഈ ഒരു നെറ്റ്വർക്കിംഗ് കൊണ്ടുവരാൻ. അഡ്വക്കേസി എന്ന് പറയുമ്പോഴേക്ക് എന്താണ്, പൊളിറ്റിക്കൽ സപ്പോർട്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ പോളിസീസിലൊക്കെ ഈ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ വേണം. പിന്നെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് വേണം, മൊബൈലൈസ് റിസോഴ്സസ് ആൻഡ് ഫണ്ടിങ് ഫോർ കൺസർവേഷൻ പ്രോജക്ട്സ്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്കംസ് എന്താണ്? ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ ഈ ഗ്ലോബൽ കൺട്രീസിൻ്റെ റേഞ്ച് കൂട്ടുക. അപ്പോൾ അവിടെയുള്ള ഈ ബിഗ് ക്യാറ്റ് സ്പീഷീസിൻ്റെ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുക. പിന്നെ നമുക്കറിയാം ഗിർ ഫോറസ്റ്റിലൊക്കെ ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അവർ ടൈഗർ അല്ല അവിടുത്തെ ഏഷ്യാറ്റിക് ലയണുമായിട്ടൊക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പ് ഭയങ്കര ഫേമസ് ആണ്. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അത് നമുക്ക് ഇതിനകത്ത് എക്സാമ്പിളായിട്ട് എഴുതാം. ഇതിൻ്റെ ആൻസർ റൈറ്റിങ്ങിലൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റീൻ്റെ എക്സാമ്പിൾ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ മെയിൻ സ്ട്രീം ബിഗ് ക്യാറ്റ് കൺസർവേഷൻ ഇൻ റീജിയണൽ പോളിസീസ്, സപ്പോർട്ട് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ലെഡ് സൊല്യൂഷൻസ്, റീസ്റ്റോർ വയബിൾ വൈൽഡ് ക്യാറ്റ് പോപ്പുലേഷൻസ്, പ്രൊട്ടക്ട് ഹാബിറ്റാറ്റ്സ് ആൻഡ് ഇക്കോളജിക്കൽ സ്റ്റെബിലിറ്റി. അപ്പോൾ അതാണ് നമുക്ക് എഴുതാൻ പറ്റുന്നൊരു കോമൺ ആയിട്ടുള്ള ഔട്ട്കംസ്. ഇതിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുമ്പോഴേക്ക് എന്താണ്, ഈ വാസ്റ്റ് ആയിട്ടുള്ള ഹാബിറ്റാറ്റാണ്. അതായത് നമുക്കറിയാം ഈ ബിഗ് ക്യാറ്റ്സിനൊക്കെ ഓരോരോ ടെറിട്ടറീസ് ഉണ്ട്, ഇവർ മാർക്ക് ചെയ്യും. ഓക്കെ, ഈ ടെറിട്ടറിയിൽ ഇത്ര ഈ ഒരു ഹേർഡിലുള്ള അല്ലെ പാക്ക് ഓഫ് ലയൺ അല്ലെങ്കിൽ ടൈഗറൊക്കെ ആയിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള ടെറിട്ടറിയിലായിരിക്കും ബാക്കി ലയണസസും ഒക്കെ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ ടെറിട്ടറി എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ഏരിയാസ് ആണ്. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനിൽ ഈ കൺസർവേഷൻ എഫേർട്സ് ഒക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടാവും. പിന്നെ എൻവയോൺമെൻറ്റിലും സോഷ്യോ എക്കണോമിക് നീഡ്സും ബാലൻസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഇന്ത്യയുടെ പാലസ്തീൻ പോളിസീനെ പറ്റി അല്ലെ അതിൻ്റെ ഒരു ഇവാലുവേഷൻ പോലെയുള്ളൊരു എഡിറ്റോറിയലാണ്. ഇത് നമ്മുടെ സ്റ്റാൻലി ജോണിയുടെ ഒരു എഡിറ്റോറിയലാണ്. ഓക്കെ, സ്റ്റാൻലി ജോണി ഒരു ഫേമസ് IR
റിലേറ്റഡ് ആയിട്ട് പുള്ളി നല്ല ഇൻപുട്സ് തരുന്ന ഒരു എഡിറ്ററാണ്. അപ്പം ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇന്ത്യ ഹിസ്റ്റോറിക്കലി ആക്ച്വലി പലസ്തീനിയൻ കോസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ പാസ്റ്റ് 3 decades ആയിട്ട് ഇന്ത്യയുടെ ഒരു അലയൻസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ടൈസ് കൂടുതലും ഇസ്രായേലിലോട്ട് മാറുന്നുണ്ട്, ഒരു ചായ്വ് കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ ഹമാസ് അറ്റാക്കിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ പോളിസീസ് എങ്ങനെയാണ് ഇന്ത്യ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യ രൂപീകരിച്ചേക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ഇൻസൈറ്റാണ് ഈ ഒരു ആർട്ടിക്കിളിൽ, ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്കംസ് എന്ന് പറയുമ്പോഴേക്കും അപ്രിഷിയേറ്റിംഗ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഇൻ കീ ടു അനലൈസിങ് എ കൺട്രീസ് ഫോറിൻ പോളിസി ഷിഫ്റ്റ്. അപ്പോൾ ഹിസ്റ്റോറിക്കലി ഇന്ത്യയുടെ പോളിസി എങ്ങനെയാണ് മാറിയിട്ടുള്ളത്, പിന്നെ നേഷൻസ് ബാലൻസ് കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ്. അപ്പം ഈ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ ഇൻട്രസ്റ്റുകൾ മാറുന്നത്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പുകളുടെ ചേഞ്ച്, പിന്നെ നോൺ അലൈൻമെൻറ്റ് പോളിസീസ് ഉള്ള നമ്മുടെ ഇൻപുട്ടുകളും അത് റീജിയണൽ പീസിനെ എങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ രൂപീകരിക്കുന്നതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ടൈസ് വിത്ത് പാലസ്തീൻ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം, നമ്മൾ പാലസ്തീനിയൻ സ്റ്റേറ്റ്ഹുഡ് അല്ലെങ്കിൽ സെൽഫ് ഡിറ്റർമിനേഷനെ നമ്മുടെ 1947 UN റെസൊല്യൂഷനിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഫോർമേഷന് എഗെയിൻസ്റ്റ് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ പാർട്ടീഷൻ തന്നെ നമുക്കൊരു വേദനാജനകമായിട്ടുള്ളൊരു സിനാരിയോ ആയിരുന്നു. ഓക്കെ, റിമൈൻഡ് പാലസ്തീൻ്റെ വോക്കൽ ചാമ്പ്യൻ ആയിരുന്നു ഗ്ലോബൽ ഫോറംസിൽ കോൾഡ് വാറിൻ്റെ സമയത്ത്. ഓക്കെ, പിന്നെ ഇൻഡിപെൻഡൻറ്റ് പാലസ്തീനിയൻ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കറണ്ട് സിനാരിയോയിലുള്ള ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ഫുൾ ഡിപ്ലോമാറ്റിക് ടൈസ് വിത്ത് ഇസ്രായേൽ ഇൻ 1992. പിന്നെ ഡിഫൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചർ പാർട്ട്ണർഷിപ്പ് ഉണ്ട് നമ്മൾ ഇസ്രായേലായിട്ട്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഡിഫൻസിൽ റഷ്യയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിഫൻസ് പർച്ചേസസ് ഒക്കെ ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്നാണ്. പിന്നെ പേഴ്സണൽ റാപ്പോർട്ട് ബിറ്റ്വീൻ PM മോഡി ആൻഡ് ഇസ്രായേൽ PM നെതന്യാഹു. പിന്നെ ഈ പാലസ്തീൻ്റെ കോർ കൺസേൺസിനെതിരെ നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഓവർവ്യൂ ശരിക്കും വന്നിട്ടുണ്ട്, അതും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കറണ്ട് പോളിസിയിലെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഹമാസ് October 7 അറ്റാക്ക് ചെയ്തു. അപ്പം ഇസ്രായേലി സിവിലിയൻസിൻ്റെ കൂട്ടത്തിലായിരുന്നു ഇന്ത്യയുടെ സ്റ്റാൻഡ്. ഓക്കെ, പിന്നെ പക്ഷേ ആ സമയത്ത് തന്നെ പലസ്തീനിയൻ ടെറിട്ടറീസിലുള്ള ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം അല്ലെ അധിനിവേശത്തിനെതിരെ നമ്മൾ വോയിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ UN സീസ് ഫയർ എന്ന് പറയുമ്പോൾ വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സൊക്കെ ഇന്ത്യ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ പലസ്തീനിയൻ്റെ ഇൻറ്റഗ്രിറ്റിയും ഇസ്രായേലിൻ്റെ ആ ഒരു റീജിയണിലെ അധിനിവേശത്തെ പറ്റിയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡും എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു പെർമനൻറ്റ് സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ മീഡിയേറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കീ ടേക്ക് അവേ എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണോമി എന്ന് പറയുമ്പോഴേക്കും ഇതൊരു പോളറൈസ്ഡ് കോൺഫ്ലിക്റ്റ് ആണ്. ഒരു സൈഡ് കുറേ നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളൊരു സിനാരിയോ ആണ് ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോംപ്ലക്സ് ക്രൈസിസിലും പോലും നമുക്ക് നീതി അല്ലെങ്കിൽ നമ്മുടെ ഒരു ധർമ്മ അനുസരിച്ചുള്ള രീതിയിലുള്ള നമ്മുടെ സ്റ്റാൻഡ് ഇന്ത്യ എടുക്കുന്നുണ്ട്. കാരണം ഹമാസ് അറ്റാക്കിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതേസമയം ഇസ്രായേൽ പലസ്തീൻ ടെറിട്ടറീസിൽ നടത്തുന്ന അട്രോസിറ്റീസിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മുടെ ടോട്ടൽ ടേക്ക് അവേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എഡിറ്റോറിയൽ തന്നെയുള്ള ഒരു ചെറിയൊരു ആർട്ടിക്കിളായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നമ്മുടെ ഈ DNA സീക്വൻസിങ് മെക്കാനിസവും അതിൻ്റെ ഒരു ആ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു പൊട്ടൻഷ്യലിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ജീനോമാണ്. ജീനോം എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ സെറ്റ് ഓഫ് കംപ്ലീറ്റ് DNA ആണ്, ഇൻക്ലൂഡിങ് ഇറ്റ്സ് ജീൻസ്. ഓക്കെ, സീക്വൻസിങ് എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു ന്യൂക്ലിയോയിഡ്സ്, അതായത് DNA മോളിക്യൂളിലുള്ള ന്യൂക്ലിയോയിഡ്സിനെ പ്രിസൈസ് ഓർഡറിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് സീക്വൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോഴേക്കും ഇത് ആക്ച്വലി
പോപ്പുലേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസസ് അല്ലെ അതിൻ്റെ വേരിയൻസിനെ ടാർഗറ്റഡ് ആയിട്ട് സ്ക്രീൻ ചെയ്യാനായിട്ട് ഈ ഒരു ജീനോം സീക്വൻസിങ് വഴി പറ്റും. പിന്നെ ജീനോമിക് ഡേറ്റാബേസസിൻ്റെ എക്സ്പാൻഷൻ, അതായത് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്ങിലോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഇനിഷ്യൽ സ്റ്റെപ്പായിട്ട് ഇത് പറ്റും. ഓക്കെ, പിന്നെ ഓപ്പൺസ് അപ്പ് ദ സ്കോപ്പ് ഓഫ് ഇൻഡിജിനസ് ഡ്രഗ് ഡിസ്കവറി. ഇപ്പം നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ്റെ ജെനറ്റിക്സ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനിൽ വരാൻ പോകുന്ന ഡിസീസസിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഡിസീസസ് വരുവാണെങ്കിൽ നമ്മുടെ ജെനറ്റിക്സ് ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ഇൻഡിജിനസ് ഡ്രഗ് അല്ലെ വാക്സിൻ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം പ്രിസിഷൻ കൂടും ഈ നമ്മുടെ വാക്സിൻ അല്ലെങ്കിൽ മെഡിസിൻ ഡെവലപ്മെൻറ്റിൽ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോമിസസും എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഡിസീസ് ബേസ് ചെയ്തിട്ടുള്ള റിസ്ക് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ജീൻ ബേസ്ഡ് തെറാപ്പീസ് അല്ലെങ്കിൽ ഒരാളുടെ ജെനറ്റിക്സിനെ ബേസ് ചെയ്തിട്ട് അല്ലെ അയാളുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ ജെനറ്റിക്സ് ബേസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് തന്നെ നമുക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ മെഡിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒറിജിൻസ് ആൻഡ് മൈഗ്രേഷൻ ഓഫ് ഡൈവേഴ്സ് ഇന്ത്യൻ എത്നിക് പോപ്പുലേഷൻ, അതൊരു വേറൊരു കാര്യമാണ്, മെഡിക്കൽ റിലേറ്റഡ് അല്ല. പിന്നെ എസ്റ്റാബ്ലിഷ് ഇന്ത്യാസ് പൊസിഷൻ ആസ് എ ഗ്ലോബൽ ജീനോമിക് ഹബ് ഓൺ ദ ബാക്ക് ഓഫ് അഫോർഡബിലിറ്റി ആൻഡ് സ്കെയിൽ. അപ്പോൾ നമുക്കറിയാം ഇത്രയും പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം ഡൈവേഴ്സ് ആയിട്ടുള്ള ജെനറ്റിക് ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് വരുന്ന ഡ്രഗ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് നമുക്ക് നേരത്തെ എടുക്കാൻ പറ്റും. പിന്നെ ഈ മൈഗ്രേഷൻ ജെനറ്റിക്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ എത്നിക് കമ്മ്യൂണിറ്റിയുടെ ഒറിജിൻ പിന്നെ അവരുടെ മൈഗ്രേഷനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ജെനറ്റിക്കൽ നെറ്റ്വർക്ക് അല്ലെ ഒരു ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഇതിൽ തന്നെ നമുക്ക് വേൾഡിൽ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ജെനറ്റിക് മെഡിക്കേഷനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഇന്ത്യ ഈസ് എ വെരി ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ്. അപ്പം അത്രയും മാഗ്നിറ്റ്യൂഡിൽ നമുക്ക് ജെനറ്റിക്സ് അല്ലെങ്കിൽ ജീനോം സീക്വൻസിങ് നടക്കണം. അപ്പോൾ അത് ഇച്ചിരി ടഫായിട്ടുള്ള അതിൻ്റെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കറൻ്റ്ലി ഇല്ല, പക്ഷെ അത് ഡെവലപ്പ് ചെയ്യേണ്ടൊരു ഇത് വേണം. പിന്നെ ഈ നമ്മൾ പറയുന്ന ഡിസീസസ് ഒക്കെ ആണെങ്കിൽ പോലും ഒരു മോണോജനിക് പാറ്റേൺ അല്ല അത് ഫോളോ ചെയ്യുന്നത്, അതൊരു കോംപ്ലക്സ് പാറ്റേൺ ആണ്. അപ്പം അതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻസ് നമുക്ക് കറൻ്റ്ലി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ജീനോം ബേസ് ചെയ്തിട്ടുള്ള ക്യൂറാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതെങ്കിലും അതിന് കോസ്റ്റും ഇൻഫ്രാസ്ട്രക്ചറും കൂടുതലാണ്. അപ്പോൾ അത് നമ്മുടെ കൺട്രിയിൽ കറണ്ട് കേസ് സിനാരിയോയിൽ ഇല്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ ആക്ച്വലി നമുക്കൊരു അക്കാഡമിക്കലി നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാമെങ്കിലും നമുക്ക് ഇതിന് കൂടുതൽ ഫണ്ടിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കൂടുതൽ റിസർച്ച് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് കറൻ്റ്ലി ഇല്ല. ഓക്കെ, ഇതിൻ്റെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ജീനോമിക് റോഡ് മാപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് എന്ന് വെച്ചാൽ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് റെപ്രസെൻറ്റേഷൻ, എല്ലാ തരത്തിലുള്ള ആൾക്കാരിലോട്ടും ഇതെത്തുന്ന രീതിയിലായിരിക്കണം ഈ ഡാറ്റാബേസ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഇൻഡിജിനസ് ഡ്രഗ് ഇന്നോവേഷൻസ് ഇതിനകത്ത് വരണം. പിന്നെ ഡെമോക്രാറ്റിക് ആക്സസ് ആണ്, അതായത് എല്ലാ റിസർച്ചേഴ്സിനും കമ്പനീസിനും ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആക്സസ് ഈ ഡാറ്റാബേസിന് വേണം. പിന്നെ ഇൻ്റർ ഡിസിപ്ലിനറി പാർട്ടിസിപ്പേഷൻ, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഏത് ടൈപ്പിലുള്ള റിസർച്ചേഴ്സ് ആണെങ്കിലും അവർക്കെല്ലാം ഈ ഒരു ഡാറ്റാബേസിൻ്റെ ആക്സസ് കിട്ടണം. എന്നാലേ നമുക്ക് എല്ലാ തരത്തിലുള്ള ഏത് ഡയമെൻഷനിലുള്ള ഔട്ട്പുട്ട് നമുക്ക് അതിനകത്തൊന്നും വരുന്ന അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് വേണം എന്നാണ് ഒരു റെക്കമെൻഡേഷൻ പറയുന്നത്. ഇതിൻ്റെ ടേക്ക് അവേ എന്ന് പറയുമ്പോഴേക്കും റെപ്രസെൻറ്റേഷൻ, അഫോർഡബിലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ടെക്നോളജി പബ്ലിക് ഗുഡിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം. എന്താണ് റെപ്രസെൻറ്റേഷൻ, അഫോർഡബിലിറ്റി, ഇൻക്ലൂഷൻ, ഈ 3 കീ ടേംസ് ഓർത്തിരിക്കുക. പിന്നെ ഡൊമൈൻ നോളജ് അക്രോസ് ബയോളജി, എത്തിക്സ്, സോഷ്യൽ സയൻസസ്. അതെന്ന് വെച്ചാൽ ഈ പോളിസി മേക്കിങ്ങിൽ വരുമ്പോൾ ഈ ജീനോം സെൻട്രിക് ആയിട്ടുള്ള പോളിസി ഡിസിഷൻസ് ഒക്കെ വരുമ്പോഴേക്കും ഈ ഒരു രീതിയിലുള്ള ഡയമെൻഷൻസ് നമ്മൾ നോക്കിയിട്ട് വേണം ആ പോളിസീസ്. കാരണം നമുക്ക് ഇതിൻ്റെ മേജർ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന പോളിസി ബേസ് ചെയ്തിട്ട് ആയിരിക്കും ഈ ഡാറ്റാ ബേസ് നമ്മൾ എങ്ങനെ എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യുന്നു എന്നറിയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് ആ
പോളിസിയുടെ ബെനിഫിറ്റ് സാധാരണക്കാരിലോട്ട് എത്തുക. അത് അഫോർഡബിളായിട്ട് എത്തണം, അത് ഇൻക്ലൂസീവ് ആയിരിക്കണം, എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതും ആയിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഫെസ്റ്റിവലായിരുന്നു, നമുക്ക് അത്രയും ആർട്ട് ആൻഡ് കൾച്ചറിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യമാണ്. എന്നാലും ഈ കസാങ്ക ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇത് ഇന്തോനേഷ്യയിൽ ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്തോനേഷ്യയിലുള്ളൊരു ഫെസ്റ്റിവലാണ്. നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചർ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല, പക്ഷേ നമുക്ക് മിസ് ഔട്ട് ആകണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ഇട്ടൊരു ന്യൂസ് ആർട്ടിക്കിളാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ന്യൂസസ് ഈ പ്രാവശ്യം ഇല്ലായിരുന്നു, എല്ലാം ഒരു പൊളിറ്റിക്കൽ ചായവുള്ള ന്യൂസസ് ആയിരുന്നു എല്ലാം കൂടുതൽ. പക്ഷേ അതിൽ നിന്ന് നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ന്യൂസസ് ആണ് ഞാനിപ്പോൾ എടുത്തത്. ഇന്ത്യയും പലസ്തീൻ്റെ പോളിസി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ജസ്റ്റ് ഒരു വേറൊരു വ്യൂ പോയിൻ്റ് അതിൽ നിന്ന് കിട്ടും എന്ന രീതിയിൽ ഞാൻ എടുത്തതാണത്. പിന്നെ വേറൊരു ജീനോം സീക്വൻസിങ്ങിനെ കുറിച്ചുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ബിഗ് ക്യാറ്റ് അലയൻസിനെ പറ്റി നമുക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ന്യൂസ് പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസസ്. അപ്പം ഈ പ്രാവശ്യത്തെ DNA നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യത്തെ DNA കാണാം. നന്ദി, നമസ്കാരം.